അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടല്ലോ? നമ്മളിപ്പോൾ കാണുന്ന ഈ പള്ളിയുടെ പേര് മസ്ജിദു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരിലുള്ള ഒരു പള്ളിയാണ്. ഇവിടെ വെച്ചും നേരത്തെ പറഞ്ഞതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു പെരുന്നാൾ നിസ്കാരം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരുടെ ഭരണകാലത്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു പെരുന്നാൾ നിസ്കാരം നടത്തിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ട ഹാജിമാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരു മുഅ്മിനായ മനുഷ്യൻ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഓർക്കാതെ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, നിർബന്ധമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും നിസ്കരിക്കാറുണ്ട് അല്ലേ? നിസ്കരിക്കുമ്പോൾ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ കൈകെട്ടുന്നത്, റുക്കൂയിലേക്ക് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പോകുന്നത്, സുജൂദിലേക്ക് പോകുന്നത് അല്ലാഹു അക്ബറാണ്, സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ അല്ലാഹു അക്ബറാണ്, വീണ്ടും സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു, പിന്നെ അത് കഴിഞ്ഞ് എഴുന്നേറ്റിക്കുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. ഒരു സ്ഥലത്ത് മാത്രം അല്ലാഹു അക്ബർ എന്നല്ല പറയുന്നത്, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് പറയുന്നത്. അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ആദ്യകാലത്ത് നിസ്കാരത്തിൽ റുക്കൂവിൽ നിന്ന് ഉയരുമ്പോഴും എന്താ പറയാറ്? അല്ലാഹു അക്ബർ എന്നാണ് പറയാറ്. അത് മാറിയത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം നിസ്കാരം ജമാഅത്തിന് അല്പം വൈകിപ്പോയി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ബാക്കിൽ വെച്ച് ഒരു നിസ്കാരം കിട്ടുക എന്നുള്ളത് അത് വലിയ നിഅമത്താണ് അല്ലാഹു തആല ചെയ്യുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വല്ലാതെ വിഷമിച്ചുകൊണ്ട്, പഠിച്ചവനെ, എൻ്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയല്ലോ, എനിക്കിന്ന് റസൂലുള്ളാഹിൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് മസ്ജിദുൻ നബവിയിലേക്ക് എത്തിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4ാമത്തെ റക്അത്തിലെ റുക്കൂയിലാണ്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സന്തോഷം കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹുവിനെ അങ്ങോട്ട് സ്തുതിച്ചു. ആ സമയത്ത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു. അതിൻ്റെ തൊട്ട് മുമ്പുള്ള 3 റക്അത്തിലും റുക്കൂയിൽ നിന്ന് വരുമ്പോൾ അല്ലാഹു അക്ബറാണ് പറഞ്ഞത്. റസൂലുള്ളാഹിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന് മുതൽ, ഈ സമയം മുതൽ റുക്കൂയിൽ നിന്ന് വരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയണ്ട, സമിഅ അല്ലാഹു ലിമൻ ഹമിദ, അള്ളാഹുവിനെ സ്തുതിച്ച സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സ്തുതി അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു, അല്ലാഹു തആല കേട്ടിരിക്കുന്നു എന്നർത്ഥം വരുന്ന സമിഅ അല്ലാഹു ലിമൻ ഹമിദ. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ റുക്കൂയിൽ നിന്ന് വരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ മനസ്സിൽ ഓർമ്മ വരണം. അപ്പോൾ ഈ പള്ളിയൊക്കെ നമ്മളെ മനസ്സിൽ വരും. അങ്ങനെ ചരിത്രങ്ങൾ പഠിച്ചാൽ നിസ്കാരത്തിൽ വരുന്ന വേണ്ടാത്ത ചിന്തകളൊക്കെ ഒഴിവായി കിട്ടും. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, നിൻ്റെ സ്വർഗം ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണേ. ഇബാദത്ത് ചെയ്ത് ചോദിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല, അതിനുള്ള ഒരു ഇബാദത്തും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. റഹ്മാനായ റബ്ബേ, നീ ഓശാരമായി ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. തഖ്വയോടുകൂടെയുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.